നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും 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 സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന നമ്മുടെ BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ കഴിയും. BNS ക്ലാസ് 1, BNS ക്ലാസ് 2. അപ്പൊ ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, BNS ക്ലാസ് 3. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ BNSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം സെക്ഷൻസും അതൊക്കെ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ഇങ്ങനെയൊക്കെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ. സോ ഏതൊക്കെ രീതിയിൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതൊക്കെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ആദ്യമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ IPCയിലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സെക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മുന്നത്തെ IPC സെക്ഷൻ 84 എന്ന് പറയുമ്പോൾ നിലവിലത്തെ BNSന്റെ സെക്ഷൻ 22. ഓക്കെ, നിങ്ങളിപ്പോ IPC ഓർത്ത് വെക്കണമെന്നില്ല, BNS ഓർത്താൽ മതിയാണ്. സോ BNSലെ സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് മുകളിൽ IPC കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോ നിലവിലെ BNSന്റെ സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ ഇൻസാനിറ്റി അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യത്തെ കുറിച്ച്. എന്താണ് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യം? ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ട്, ഭ്രാന്ത് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ നമുക്ക് അതിനെ കളിയാക്കാൻ പാടില്ല. അതെന്താണ്? ഓരോ മനുഷ്യന്റെ ഓരോ അവസ്ഥയാണല്ലേ. നാളെ നമ്മളോ ഞാനോ നിങ്ങളോ ആകെ വട്ടന്മാരായില്ല എന്ന് ആര് കണ്ടു? ഇതൊക്കെ ഓരോ മനുഷ്യന്റെ ഓരോ അവസ്ഥകളാണ്. സോ ഇത് പഠിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്, ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്തഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയാം അല്ലെ. അപ്പൊ മനസ്സിന്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി ആണ് നമ്മൾ എന്ത് പറയുന്നത്? ചിത്തഭ്രമം എന്ന് പറയുന്നത്. സോ ഞാനിപ്പോ സൈഡിലോട്ട് മാറി തരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ അല്ല, ഒരു വ്യക്തി ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഇൻസാനിറ്റി അല്ലെങ്കിൽ ഒരു ഭ്രാന്തുള്ള ഒരു വ്യക്തിയുടെ ഒരു ഇമേജ് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പറയുന്ന മറ്റൊന്നുമല്ല, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായി കണക്കാക്കാനായിട്ട് കഴിയുന്നില്ല. എന്താണ്? ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന ഒരു യാതൊരു കാര്യം എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ BNSലെ സെക്ഷൻ 22 പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് വട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തി ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വട്ടുണ്ടെന്ന് അഭിനയിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, അവനെ പോയി ഒരു ചുറ്റിയിലെടുത്ത് അവനെ തലക്കടിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കുവോ ഇല്ലയോ? കേസ് എടുക്കും. കാരണം എന്താണ്? ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടേ പരിശോധിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ വട്ട് അഭിനയിച്ച് എന്നെ പകപോക്കിയതാണ് അല്ലെ. ഇതിന് പറയുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്നതില് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം ആ കൃത്യത്തിന്റെ സ്വഭാവവും അതിന്റെ അനന്തരഫലത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതില് തുടക്കത്തിൽ അത് വേണ്ട. ഇപ്പൊ ചിത്തഭ്രമം ചെയ്യുന്ന അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു സമയത്ത് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കുറ്റകൃത്യം നമുക്കറിയാം. ഒരു ഭ്രാന്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മാനസികാവസ്ഥ ഇങ്ങനെയുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കിപ്പോ നിങ്ങളെ പറയുന്നില്ല, നിങ്ങളെ ഇനിയിപ്പം ഭ്രാന്തനാന്ന് ഞാൻ വിളിച്ചു നിങ്ങൾക്ക് പരാതി വേണ്ട, ഞാൻ എന്നെ തന്നെ പറയാം. ഓക്കെ, എനിക്കത് യാതൊരു പരാതിയില്ല. അപ്പോ സപ്പോസ് ഇപ്പൊ എനിക്ക് എന്താണ് വട്ടുണ്ട് എന്ന് വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാനിപ്പോ വഴി കൂടി പോകുന്ന ഒരാളെ അവിടെ ഒരു തേങ്ങ എടുത്തിരിക്കുക, ഒരു തേങ്ങ ഇരിക്കാൻ, തേങ്ങ എടുത്ത് ആ വഴി കൂടി പോകുന്നവന്റെ തലവണ്ടൊക്കെ വെച്ച് ഇറങ്ങി വെച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എനിക്ക് എന്താണ്? വട്ടാണ്. സോ എന്താണ്? ആ സമയത്ത് ഈ തേങ്ങ എടുത്തെറിഞ്ഞ അവൻ തട്ടിപ്പോകുന്നോ അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ കൊണ്ട് കേസ് കൊടുത്താല് പോലീസ് എന്നെ പിടിച്ച് അകത്തുള്ളൂ എന്നുള്ള യാതൊരു ബോധവും എനിക്കില്ല. അതിന്റെ അനന്തരഫലത്തെ കുറിച്ച് യാതൊരു വിവരവും എനിക്കില്ല അല്ലെ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അനന്തരഫലത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത സമയത്ത് ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റകരമല്ല എന്നാണ് ഈ പറയുന്ന BNSലെ സെക്ഷൻ 22 പറയുന്നത്. ഓക്കെ, അപ്പോ ഇൻസാനിറ്റി അല്ലെങ്കിൽ ഭ്രാന്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റി ഒരു പൊതു ഒഴിവാക്കലായി കണക്കാക്കപ്പെടുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഈ പറയുന്ന BNSലെ സെക്ഷൻ 22. എന്താണ്? ഭ്രാന്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റി ഒരു പൊതു ഒഴിവാക്കലായിട്ട്, ഒരു ജനറൽ എക്സെപ്ഷൻ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോ ഭ്രാന്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റി ഒരു പൊതു ഒഴിവാക്കൽ അല്ലെങ്കിൽ എന്താണ്, ഒരു ജനറൽ എക്സെപ്ഷൻ ആയി കണക്കാക്കാമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് BNSലെ സെക്ഷൻ 22. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്യുന്ന യാതൊന്നും എന്തല്ല, കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഒരു വ്യക്തിക്ക് ഇപ്പോ ചിത്തഭ്രമം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു പ്രസ്തുത വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായി കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്ന മറ്റൊരു എക്സെപ്ഷൻ എന്താണ്? ചുമ്മാ ഈ പറയുന്ന പോലെ ഭ്രാന്ത് അഭിനയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. അവിടെ എന്തായിരിക്കണം? ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഭ്രാന്തനായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഭ്രാന്ത് അല്ലെങ്കിൽ ഇൻസാനിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ അല്ലെങ്കിൽ IPC അല്ല BNS സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് BNS സെക്ഷൻ 22 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ? നമ്മൾ ഇതുപോലെ ആയിരിക്കും ഡെയിലി പറയുന്ന അല്ലെങ്കിൽ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ എന്തായാലും അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ നമുക്കറിയാം, നിലവില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ ഫോഴ്സ് ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് 2025 ഫോഴ്സ് പരീക്ഷ ഇനി അടുത്തിട്ടുണ്ട്. അപ്പൊ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ച് കൂടി നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഇനി വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ, അതിന്റെ നോട്ട്സ്, അതിന്റെ മോഡൽ എക്സാംസ്, വീക്കിലി വരുന്ന ലൈവ് ക്ലാസ്സുകൾ, ഓക്കെ എന്ന് പറയുമ്പോൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ നിങ്ങൾക്ക് ഇനി മുതൽ ലൈവ് ക്ലാസ് ഉണ്ടാവും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക്. അപ്പൊ ഈ പറയുന്ന ലൈവ് ക്ലാസ് ഉൾപ്പെടെയുള്ള ബാച്ചുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, അതിന്റെ നോട്ട്സ്, അതിന്റെ മോഡൽ എക്സാംസ്, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെയൊക്കെ നോട്ട് എഴുതി പഠിക്കാൻ നിന്നാലും നാളെ തീരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. 2025 കോഴ്സ് പരീക്ഷകളുടെ ബാച്ചിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ നമ്പറിലോട്ടൊന്നും ആരും വിളിച്ചു കളയരുത്. ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, ഇത് വാട്സ്ആപ്പ് നമ്പറാണ്. അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സ്ആപ്പ് ചെയ്യുക. ഓക്കെ, ഇതില് പേയ്മെന്റ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക? പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാമിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോ CPO WCPO മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. 600 ആണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് പരീക്ഷയിൽ ഏത് പരീക്ഷയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ നോളജ് ഫാക്ടറി ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് IPC സെക്ഷൻ 85. IPC വേണ്ട, നമുക്കടുത്ത് മാറ്റി വയ്ക്കാം. BNS സെക്ഷൻ 23. ഓക്കെ, BNS 22 എന്താണ്? നമ്മൾ പറഞ്ഞു ഇൻസാനിറ്റി അല്ലെങ്കിൽ ഭ്രാന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെന്ന് പറയും? BNS സെക്ഷൻ 22 എന്ന് പറയും. എന്നാൽ എന്താണ് BNS സെക്ഷൻ 23? ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഫോർ ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് നോട്ട് ബൈ ഹിസ് ഓൺ വിൽ എന്നാണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ഹിസ് വിൽ എന്നാണ് പറയും. എന്ന് പറഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ കഴിയും? ഇവിടെ നിങ്ങൾക്ക് കൊക്കക്കോളയുണ്ട്, ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? മദ്യക്കുപ്പിയുണ്ട് അല്ലെ? ഇതൊരു പാർട്ടിയാണെന്ന് വെക്കാം. ഇത് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി നടത്തുന്ന ഒരു കല്യാണ പാർട്ടിയാണെന്ന് വെക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 5 കൂട്ടുകാരന്മാരുണ്ട്. സപ്പോസ് ഇവിടെ എത്ര കൂട്ടുകാരന്മാരുണ്ട്? 5 വേണ്ട, 5 പേരെ വരയ്ക്കാൻ വയ്യാത്തോണ്ടാണ്. 3 കൂട്ടുകാരന്മാരുണ്ട്. ഇതിൽ 2 പേര് എന്ത് ചെയ്യും? മദ്യപിക്കും. ഓക്കെ, അവരെന്ത് ചെയ്യും? ഈ കുപ്പിയിൽ മദ്യപിക്കും. ഈ മൂന്നാമത്തവൻ എന്താണ്? ഒരു പാവപ്പെട്ടവനാണ്, എന്നെ പോലെ തന്നെ പാവപ്പെട്ട നല്ല സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനാണ്. ആ പുള്ളിക്കാരൻ എന്ത് ചെയ്യത്തില്ല? മദ്യപിക്കത്തില്ല. അവൻ എന്തേ കുടിക്കത്തുള്ളൂ? ഈ മദ്യപിക്കുന്ന ഗ്യാങ്ങിൽ പോയി നിന്നിട്ട് അവിടെ തിന്നിട്ട് അവിടുത്തെ പെപ്സിയും ടച്ചിങ്സും ഒക്കെ തിന്ന് തീർക്കുകയാണ് അവന്റെ പരിപാടി. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടത്തിലും കാണും അങ്ങനെ ഒരുത്തൻ അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടി ചേർന്നിട്ട് ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ 3 പേരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഒരു പരിപാടി ചെയ്യാണ്. അപ്പോഴത്തേക്കും ഈ 2 പേര് വിചാരിക്കുകയാണ്, അവൻ മറ്റേ വലിയ മാന്യൻ, എന്ത് ചെയ്യണം? അവയൊന്നും കുടിക്കത്തില്ല, എന്നാ പിന്നെ അവനെ കൂടി കുടിപ്പിച്ച് കളയാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി എന്ത് ചെയ്യുന്നു? ആ പെപ്സിക്കകത്ത് കുറച്ച് മദ്യം എന്ന് പറയുമ്പോൾ വോഡ്കയോ വേറെ എന്തെങ്കിലും സാധനം എന്ത് ചെയ്യുന്നു? ഒഴിച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഈ മദ്യപിക്കാത്ത കൂട്ടുകാരനെ കൂടി കൊടുക്കുകയാണ്. ഈ പാവപ്പെട്ട മണ്ടൻ എന്ത് ചെയ്യുന്നു? ഇത് മണത്തോട്ട് നോക്കാതെ കൂട്ടുകാരൻ തന്നയല്ലേ, പെപ്സി ആയിരിക്കും വിചാരിച്ചോണ്ട് അവയെ എടുത്താൽ അങ്ങനെ കുടിക്കുന്നു. സംഭവം എന്താണത്? അതിനകത്ത് വോഡ്ക മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ ഇവിടെ എന്താണ് സിറ്റുവേഷൻ? എന്താണ് ഞാൻ ആ സിറ്റുവേഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നാളെ നിങ്ങൾ പോയിട്ട് സാറ് മദ്യപിക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസൊന്നും കൊടുത്തോളായിരുന്നു, ദൈവം ജീവിച്ച് പൊക്കോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, 2 പേര് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്, മൂന്നാമത്തവൻ മദ്യപിക്കുന്നില്ല. അപ്പൊ മദ്യപിക്കാത്ത ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാണ്? ഇവൻ ജ്യൂസില് അല്ലെങ്കിൽ ഈ പറയുന്ന പെപ്സിയില് കുറച്ച് വോഡ്ക ഒഴിച്ച് കൊടുക്കുന്നു. സോ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ സ്വമേധയാ അല്ലാതെ എന്ന് പറഞ്ഞാല് അവൻ ഇൻടോക്സിക്കേറ്റഡ് ആവുകയാണ്. അവന്റെ വില്ല് പ്രകാരമല്ലാതെ, അവന്റെ ആഗ്രഹം ഇല്ലാതെ, എന്റെ ഇഷ്ടമല്ലാതെ
എനിക്ക് ഇഷ്ടമില്ലാതെ എന്ത് ചെയ്യുന്നു, എന്റെ കൂട്ടുകാര് എനിക്ക് അറിയാത്ത രീതിയിൽ എന്നെ കൊണ്ട് മദ്യം കഴിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്റെ ബോധം പോകും, എന്റെ റിലേ പോകും. ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഇരുന്ന് വഴക്കാവുന്നു, അടുത്തിരുന്ന കുപ്പി എടുത്തിട്ട് എന്റെ കൂട്ടുകാരന്റെ തലയിൽ അടിക്കുന്നു, സ്പോട്ടിൽ അവൻ തട്ടിപ്പോകുന്നു എന്ന് വയ്ക്കാം. പോട്ടെ, തട്ടിപ്പോണ്ട, ആശുപത്രിയിലാവുന്നു, തലയൊട്ടിയൊക്കെ പൊട്ടി, ആ കുപ്പി തന്നെ ഞാൻ അടുത്ത് ഒരു കുത്തൊക്കെ കൊടുത്തു, ഫുൾ വയലന്റ് ആയി. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് അവിടെ ഞാൻ വയലന്റ് ആവാനുള്ള കാരണം എന്താണ്? എനിക്ക് മദ്യത്തിന്റെ അല്ലെങ്കിൽ ഞാൻ മദ്യപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്റെ കൂട്ടുകാരന്മാർ എനിക്ക് ജ്യൂസിൽ മദ്യം ഒഴിച്ച് തന്നതാണ് എന്റെ അറിവില്ലാതെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം എന്താവത്തില്ല, കുറ്റകരമാവത്തില്ല. ഈ ഒരു പോയിന്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വളച്ചു തിരിച്ച് ഇത്ര എക്സാമ്പിൾ പറഞ്ഞത്. സംഭവം മനസ്സിലായില്ലേ? എന്റെ ആഗ്രഹപ്രകാരം അല്ലാതെ എന്നെ കൊണ്ട് മദ്യം കഴിപ്പിച്ച ശേഷം ഞാൻ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായി മാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന BNS സെക്ഷൻ 23 വരുന്നത്. സെറ്റാണേ? ഡൗട്ടില്ല, ക്ലിയർ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുന്നല്ല, തന്റെ ഇഷ്ടത്തിനെതിരായി, ഇനി ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ, ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. തന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ലഹരി പിടിപ്പിക്കപ്പെട്ടതിന് കാരണമായി തന്റെ നിർണയ ശക്തി അല്ലെങ്കിൽ തന്റെ ബോധം ഉപയോഗിക്കുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയുടെ കുറ്റകൃത്യം എന്ത് ചെയ്യാൻ കഴിയത്തില്ല, കുറ്റകരമായി കണക്കാക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, എന്റെ ഇഷ്ടത്തിനെതിരായി ഞാൻ മദ്യപിക്കും, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫുൾ കുപ്പി ഞാൻ കുടിച്ച ശേഷം ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്താല് അടുത്ത സെക്കൻഡിൽ ഞാൻ ജയിലിനകത്താണ്. പക്ഷേ ഞാൻ മദ്യപിക്കാത്തൊരു വ്യക്തിയാണ്, എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് കമ്പൽ ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് എന്റെ അറിവില്ലാതെ എന്റെ ശരീരത്തിൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ച് എന്റെ നിർണയ ശേഷി അല്ലെങ്കിൽ നിർണയശക്തി നശിപ്പിച്ച ശേഷം ഞാനൊരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറത്തില്ല, കുറ്റകരമായി മാറത്തില്ല എന്ന് പറയുന്ന വകുപ്പാണ് BNS സെക്ഷൻ 23. സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കമന്റുകളായി പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ സപ്പോർട്ടും തന്നെയാണ് വീണ്ടും വീണ്ടും ക്ലാസ് ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും എന്റെ ട്രാക്കിൽ എന്റെ കൂടെ തന്നെ ഉണ്ടാവുക, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ലേ? ഇത്രയും കാര്യം ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇത് തന്നെയാണ് വീണ്ടും ഇതിനകത്ത് പറയുന്നത്. സ്വമേധയല്ലാത്ത, ഇതാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്, സ്വമേധയല്ലാത്ത ലഹരിയെ കുറിച്ച് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 23 എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ അതിനകത്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ ആലോചിച്ച് തലമുണ്ടാക്കണം. സെറ്റ് അല്ലേ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് IPC സെക്ഷൻ 88. IPC വേണ്ട, നമുക്ക് BNS സെക്ഷൻ 26. 26 ഞാനിവിടെ പറയുന്ന IPC BNS കൂടി പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ CPO ഒക്കെ പഠിച്ച പിള്ളേരുണ്ട്. അപ്പൊ അവർക്ക് ഈ IPC ആയിരിക്കും എന്താണ് ഫെമിലിയർ. അതാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നതിനിടയിൽ വീണ്ടും IPC എന്ന് കയറി വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. BNS സെക്ഷൻ 26 എന്ന് പറഞ്ഞാൽ എന്താണ് BNS സെക്ഷൻ 26? ഇതിനകത്ത് പറയുന്നത് ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ ദ കൺസെന്റ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ഓർ എ പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ. ഇതിനകത്ത് സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എഴുതിയിരിക്കുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ ദ കൺസെന്റ് ഇൻ ദ ഗുഡ് ഫെയ്ത്ത് ഓഫ് എ പേഴ്സൺസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനിയായി സംഭവിച്ചാൽ അത് കുറ്റകരമായി മാറത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം എന്താണ്? ഞാന് ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരന് അവന്റെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, പക്ഷേ എന്റെ കാലക്കേട് കൊണ്ട് അത് അവന് ദോഷമായി ഭവിച്ചു, അവന്റെ മരണത്തിന് തന്നെ കാരണമായി എന്ന് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുറ്റകരമായി മാറത്തില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് എല്ലാ കേസിലും നമുക്ക് തന്നെ എടുത്ത് കളിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് ഡോക്ടറിന്റെ ഒരു കേസാണ് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഈ കാണുന്ന ഡോക്ടർ, പുള്ളിക്കാരൻ നല്ല മനസ്സുള്ള ഒരു ഡോക്ടറാണ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടുകൂടി, പ്രസ്തുത വ്യക്തിയുടെ സമ്മതത്തോടുകൂടി. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പോ എന്താണ് ഇവിടെയും എക്സാമ്പിൾ ഞാൻ തന്നെയാണ് നിങ്ങളുടെ വേട്ടവർ. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വയ്ക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് ബോധമുണ്ട്, എന്റെ ബോധമൊന്നും പോയിട്ടില്ല, ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വയ്ക്കാം. അപ്പൊ എന്നെ എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അങ്ങ് കൊണ്ടുപോയ ശേഷം ഡോക്ടർ ചോദിക്കുകയാണ്, എനിക്ക് ബോധമുണ്ട്, സോ ഡോക്ടർ എന്റെ അടുത്ത് ചോദിക്കും, ഞാൻ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, സോ ഓപ്പറേഷൻ ചെയ്യാൻ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യും? ഒരു കൺസെന്റ് ലെറ്റർ തരും. ഞാൻ എന്ത് ചെയ്യുന്നു? അതെല്ലാം അങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഞാൻ അവസാനം എന്ത് ചെയ്യുന്നു? ഒരു ഷൂ വരച്ച ഒപ്പിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട്, അപ്പൊ എന്റെ കൺസെന്റോടുകൂടി, ഇപ്പൊ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയായ എന്റെ കൺസെന്റോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട ഡോക്ടർ എന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് അവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത്
നല്ല പ്രവൃത്തി അല്ലെങ്കിൽ എന്റെ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് ഹാനി സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി എനിക്ക് ഹാനിയായി മാറിയാൽ, പക്ഷെ ഡോക്ടറിന്റെ ഓപ്പറേഷന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ഞാൻ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം, എന്താണ് അത് ഡോക്ടറിനെതിരെ കേസാവുമോ? ഒരിക്കലും കേസാക്കത്തില്ല കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് സംഭവം, ഒരാളുടെ ഗുണത്തിനായി, എന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് എന്റെ സമ്മതത്തോടു കൂടി എന്റെ ഉത്തമ വിശ്വാസപൂർവ്വം എന്ത് ചെയ്യുന്നു, ഡോക്ടർ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യുന്നു. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഹാനി സംഭവിച്ചാൽ അത് കുറ്റകരമായി മാറത്തില്ല എന്നാണ് പറയുന്നത്. സോ ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മരണം സംഭവിപ്പിക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെ എന്റെ കൺസെന്റോടുകൂടി എന്റെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്, ഒരു കൃത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്ത്, സെക്ഷൻ 26. ജനറൽ എക്സെപ്ഷൻസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സെക്ഷൻ 26. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുന്ന, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എങ്ങനെയായിരിക്കും, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പറേഷൻ ആ ഒരു വ്യക്തിയുടെ നല്ല ഗുണത്തിന് വേണ്ടി ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പ്രസ്തുത വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ അത് ഡോക്ടറിനെ കേസാക്കുമോ അല്ലെങ്കിൽ കേസാവുമോ എന്ന് ചോദിച്ചാൽ എന്താണ്, കേസാവത്തില്ല അല്ലെ. അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 26 ആണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും. സെറ്റ് അല്ലേ, എക്സാമ്പിൾ സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? ഇതിൽ വേറെ യാതൊരു ഡൗട്ടും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ ഇതിനകത്ത് എന്താണ് ഉദാഹരണമായിട്ട് കൊടുത്തു പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ്, ഒരു സർജൻ ഒരു രോഗിയുടെ സമ്മതത്തോടുകൂടി നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയിൽ രോഗിയുടെ മരണം സംഭവിച്ചാൽ പ്രസ്തുത സർജനെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. BNS-ലെ സെക്ഷൻ ഈ പറയുന്ന 26 പ്രകാരം ഡിഫൻസ് ഉന്നയിക്കപ്പെടണമെങ്കിൽ താഴെ പറയുന്ന ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് നടക്കുകയാണ്, ഒരു രോഗി മരിച്ചു പോവുകയാണ്. അപ്പൊ പ്രസ്തുത ഡോക്ടറിനെതിരെ കേസ് കൊടുക്കുന്നു, ഫാമിലിക്കാർ കേസ് കൊടുക്കുന്നു. അപ്പൊ ഡോക്ടറിന് അവിടെ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഡിഫൻസ് ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇനി പറയുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ഘടകം എന്താണ്, പരിക്കേറ്റ വ്യക്തിയുടെ പ്രയോജനത്തിന് വേണ്ടി ആയിരിക്കണം കുറ്റകരമായ പ്രവൃത്തി ചെയ്തത്. മനസ്സിലായില്ലേ? പരിക്കേറ്റ വ്യക്തിയുടെ, ഞാൻ പറഞ്ഞു ആക്സിഡന്റ് പറ്റിയ രോഗി, ആ രോഗിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഈ ഒരു പ്രവൃത്തി ചെയ്തത് ആ ഒരു വ്യക്തിയുടെ, ആ ഒരു പ്രസ്തുത വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് എന്താണ് പറയുന്നത്, ഹാനി ഉണ്ടാക്കുന്ന പ്രവൃത്തി ആ ഉപദ്രവം അനുഭവിക്കാനുള്ള വ്യക്തിയുടെ സമ്മതത്തോടു കൂടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ പ്രസ്തുത വ്യക്തിയുടെ സമ്മതത്തോടു കൂടിയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ എന്താണ്, ഹാനി ഉണ്ടാക്കുന്ന പ്രവൃത്തി ആ വ്യക്തിയുടെ പ്രയോജനത്തിനായിട്ട് സതുദ്ദേശത്തോടു കൂടിയായിരിക്കണം. അപ്പൊ എന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഗുഡ് വില്ലോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഡോക്ടർ ആ ഒരു സർജറി ചെയ്യുന്നത്. അപ്പൊ അതും ഓക്കെയാണ്. അടുത്തെന്താണ്, മരണത്തിന് കാരണമാകുന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ആയിരിക്കണം ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ഡോക്ടറിന് എന്നെ കൊല്ലണമെന്നില്ല, എന്നെ രക്ഷപ്പെടുത്തണമെന്നാണ്. സോ അത് ഓക്കെയാണ്. എങ്കിൽ അത്തരം ഹാനി വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കിയാലും അത് ചെയ്യുന്നയാൾ കുറ്റക്കാരനായിരിക്കത്തില്ല. അപ്പൊ ആ ഡോക്ടറിനെതിരെ കേസ് എടുക്കാൻ കഴിയുമോ? അവിടെ കേസ് എടുക്കാൻ കഴിയത്തില്ല. ഡോക്ടർ എന്തല്ല, കുറ്റക്കാരനാണോ അവിടെ? കുറ്റക്കാരൻ അല്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ നമ്മളിപ്പോ ഏതൊക്കെ സെക്ഷൻ പറഞ്ഞു? BNS-ലെ സെക്ഷൻ 22 പറഞ്ഞല്ലേ. എന്താണ് BNS-ലെ സെക്ഷൻ 22? നിങ്ങൾക്ക് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. BNS-ലെ സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ ഇൻസാനിറ്റി അല്ലെങ്കിൽ ചിത്തഭ്രമം, ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണ് അല്ലെ. അതിൽ പറയുന്നുണ്ട്, ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ ഒരു കുറ്റകൃത്യത്തിൽ സംഭവിക്കുന്ന സമയത്ത് ചിത്തഭ്രമം കാരണം ആ വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ഒരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആ ഒരു പ്രസ്തുത വ്യക്തി കുറ്റക്കാരനായിരിക്കത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു BNS-ലെ സെക്ഷൻ 23. എന്താണ് BNS-ലെ സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ? അതിൽ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഒരു ഇൻടോക്സിക്കേഷൻ ആണ് അല്ലെ. എന്റെ അറിവില്ലാതെ, എന്റെ സമ്മതമില്ലാതെ എന്ത് ചെയ്യുന്നു, എന്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നെ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിപ്പിക്കുന്നു. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ അനന്തരഫലത്തെ കുറിച്ച് അറിയാതെ ഞാൻ ചെയ്യുന്ന യാതൊരു കാര്യവും എന്തല്ല, കുറ്റകരമല്ല എന്ന് പറയുന്നതാണ് BNS-ലെ സെക്ഷൻ 23 എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം 22 പറഞ്ഞു, 23 പറഞ്ഞു. 23-ന് ശേഷം നമ്മൾ നേരെ ചാടി എങ്ങോട്ടാണ്? 26-ലോട്ടാണ്. ഇതിൽ പറയുന്ന എന്താണ്, ഈ പറയുന്ന ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു മരണം സംഭവിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനിയായി സംഭവിച്ചാലും അത്
എന്തല്ല, കുറ്റകരമല്ല എന്നാണ് പറയുന്നത്. സെറ്റല്ലേ? 3 കാര്യങ്ങളും ഓക്കെ അല്ലേ? 22 ഓക്കെയാണ്. 22 പറയുന്നത് ഇൻസാനിറ്റി, ഭ്രാന്ത്. 23 ഓക്കെയാണ് അല്ലെ, ഇൻടോക്സിക്കേഷൻ അല്ലെ, ലഹരി, അറിവില്ലാതെ സമ്മതമില്ലാതെ ലഹരി പിടിപ്പിക്കുക. 23. അതിനുശേഷം നമ്മൾ പറഞ്ഞു 26 ഒരാളുടെ സമ്മതത്തോടുകൂടി ഉത്തമ വിശ്വാസപൂർവ്വം അയാളുടെ ഗുണത്തിനായി ചെയ്യുന്ന പ്രവൃത്തി ഹാനിയായി ഭവിച്ചാൽ ആ പ്രസ്തുത വ്യക്തി എന്തല്ല, കുറ്റക്കാരൻ അല്ല. എക്സാമ്പിൾ ഓക്കെയാണ്. ഈ പറയുന്ന എക്സാമ്പിൾസും സ്റ്റേറ്റ്മെന്റും ഒക്കെ വെച്ചിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. അപ്പൊ 26 പറഞ്ഞു. 26 പോലെ തന്നെയാണ് 27. ഓക്കെ, ഇത് നമ്മുടെ IPC 89-നകത്താണ് വരുന്നത്. അപ്പൊ BNS സെക്ഷൻ 26 എന്ന് പറഞ്ഞാൽ എന്താണ്? BNS സെക്ഷൻ 26 നിങ്ങൾ IPC ശ്രദ്ധിക്കേണ്ട, BNS ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ 22 പറഞ്ഞു, 23 പറഞ്ഞു, 24 പറഞ്ഞു. 26 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ഡൺ ഇൻ എ ഗുഡ് ഫെയ്ത്ത് ഓർ എ ബെനിഫിറ്റ് ഓഫ് എ ചൈൽഡ് ഓർ എ ഇൻസൈൻ പേഴ്സൺ ബൈ ദ കൺസെന്റ് ഓഫ് ഗാർഡിയൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു 26-ൽ പറഞ്ഞത് ഒരു സാധാരണ വ്യക്തിയെ കുറിച്ചാണല്ലേ, ഒരു സാധാരണ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ 26-ൽ പറഞ്ഞത്. സാധാരണ വ്യക്തികൾ മാത്രമാണോ ഭൂമിയിലുള്ളത്? അവിടെ എന്തുണ്ട്? അവിടെ കുട്ടികളുമുണ്ട്, ചിത്തഭ്രമമുള്ള വ്യക്തികളുമുണ്ട് അല്ലെ. അപ്പോ ഒരു കുട്ടിയുടെ, ഞാൻ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആക്സിഡന്റിന്റെ സംഭവം ഉണ്ടല്ലോ. ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത് ഒരു കുട്ടിക്കോ ഒരു ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്കോ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഈ പറയുന്ന കുട്ടിക്കും ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്കും സ്വന്തമായിട്ട് കഴിവുകൾ എടുക്കാനുള്ള ശേഷിയുള്ളവരാണോ? ഒരിക്കലും അല്ല. സോ ഇവിടെ ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ, ഈ പറയുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീസ് ഒരു കുട്ടിയുടെയോ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്കോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുക, ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ കുട്ടിക്കോ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്കോ നമ്മൾ ചെയ്യുകയാണ്. ആരുടെ സമ്മതത്തോടു കൂടി? അവരുടെ ഗാർഡിയന്റെ, രക്ഷകർത്താവിന്റെ, പാരന്റിന്റെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിക്കും ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ അതേ സംഭവം സംഭവിക്കുകയാണ്. എന്താണ്? കുട്ടിയെയോ ഈ പറയുന്ന ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്കോ ദോഷമുണ്ടാവണമെന്ന് ഡോക്ടറിന് ആഗ്രഹമില്ല. പക്ഷേ എന്തോ കാലക്കേട് കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിക്ക് ദോഷമുണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേസിൽ ഡോക്ടറിനെ നമുക്ക് ശിക്ഷിക്കാനായിട്ട് കഴിയുമോ? ഒരിക്കലുമില്ല. അവിടെയും ഡോക്ടർ എന്താണ്, നിരപരാധിയാണ്. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ പറയുന്ന ഉദാഹരണം മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്കിത് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സോ നമ്മൾ പറഞ്ഞ എന്താണ്, കുട്ടിയുടെയോ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെയോ ഗുണത്തിന് വേണ്ടി രക്ഷകർത്താവോ അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയോ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു കൃത്യത്തെ കുറിച്ച് പറയുന്ന പേരാണെന്ത്, ഈ പറയുന്ന സെക്ഷൻ 27 എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ. അപ്പൊ കുട്ടിയുടെയോ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെയോ ഗുണത്തിന് വേണ്ടി രക്ഷകർത്താവിന്റെയോ അദ്ദേഹത്തിന്റെയോ സമ്മതത്തോടു കൂടിയോ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യമാണെങ്കിൽ അതെന്താണ് സെക്ഷൻ 27-നകത്താണ് വരുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് 12 വയസ്സിൽ താഴെയോ, എന്താണ് 12 വയസ്സിൽ താഴെയോ അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച ഒരാളുടെയോ രക്ഷകർത്താവിന്റെ സമ്മതത്തോടു കൂടി മരണം സംഭവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമില്ലാതെ ഗുണത്തിനായി ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനിയായി സംഭവിച്ചാൽ അത് കുറ്റകരമല്ല. മനസ്സിലായില്ലേ? 12 വയസ്സുള്ള കുട്ടിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡിസിഷൻ പറയാനായിട്ട് പറ്റത്തില്ല. സോ അങ്ങനെയുള്ള വ്യക്തികളായാലും ചിത്തഭ്രമം ബാധിച്ച ഒരു വ്യക്തിയായാലും അവരുടെ പാരന്റ് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താവ് അല്ലെങ്കിൽ അവരുടെ ഗാർഡിയന്റെ സമ്മതത്തോടു കൂടിയാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. എന്തിനാണ്? അവരുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് ദോഷമായി ഭവിച്ചാൽ നമ്മളെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാനായിട്ട് കഴിയത്തില്ല എന്നാണ്. സിമ്പിൾ അല്ലേ? അവിടെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സർജന്റെ കേസ് തന്നെയാണ്. ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുകളില്ല, ക്ലിയർ ആണ്. 22 ഓക്കെ, 23 ഓക്കെ, 26 ഓക്കെ, 27 ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 30 എന്തെന്ന് പറഞ്ഞാലാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായവും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കി ക്ലാസ്സുകൾ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു. സെക്ഷൻ 30 എന്താണെന്ന് നോക്കാം. BNS സെക്ഷൻ 30 എന്ന് പറയുമ്പോൾ IPC സെക്ഷൻ 92 ആണ്. ഓക്കെ, IPC നമുക്ക് മാറ്റാം. BNS സെക്ഷൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ട് ഡൺ ഇൻ എ ഗുഡ് ഫെയ്ത്ത് ഓർ എ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രസ്തുത വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രസ്തുത വ്യക്തിക്ക് സമ്മതം കൂടാതെ അയാൾക്ക് ഹാനികരമാകുന്നുള്ള ഉദ്ദേശം ഇല്ലാതെ അയാളുടെ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവൃത്തി മൂലം പ്രസ്തുത വ്യക്തിക്ക് ഹാനികരമായി എന്ത് സംഭവിച്ചാലും അത് കുറ്റകരമായിട്ട് കണക്കാക്കാനായി കഴിയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സെക്ഷൻ 30-നകത്ത് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യം സമ്മതത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ലൈഫ് എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തരാം. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇതൊരു 2-3 പിക്ചർ ഒരുമിച്ച് വെച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വെച്ചതാണ്.
ഓക്കെ, ഇവിടെ നീ കാണുന്നുണ്ടല്ലോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിപ്പോ ഒരു ബിൽഡിംഗ് ആണെന്ന് വെക്കാം, ഇതിപ്പോ ഒരു വീടാണ്. ഓക്കെ, ഈ വീട്ടിന്റെ താഴെ എന്ത് ചെയ്യുന്നു? തീ പിടിക്കുകയാണ് അല്ലെ? വീട്ടിന്റെ താഴെ തീ പിടിക്കുന്നു, ഇവിടെയൊക്കെ തീ പിടിക്കുകയാണ്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വ്യക്തി ഈ കുട്ടിയെ എടുത്തിട്ട് താഴേക്ക് അങ്ങ് എറിയാണ്. വെറുതെ ആണോ എറിയുന്നത്? ഇവൻ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എറിയുന്നത്? അല്ല, ഇവിടെ ഒരു നെറ്റ് കിടക്കുകയാണല്ലേ. അപ്പൊ ഈ ആൾക്കാർ ഇവിടെ 4 പേര് നിൽപ്പുണ്ട്. ആൾക്ക് ഈ 4 പേര് എന്ത് ചെയ്യാണ്? ഈ നെറ്റ് പിടിച്ചു വെച്ചൊക്കെയാണ്. എന്തിനാണ്? ഈ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവൻ ഈ കുട്ടി എറിയുന്ന സമയത്ത് കുട്ടി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? നെറ്റിൽ വീഴുന്നുണ്ട്. പക്ഷേ വീണ് ബൗൺസ് ചെയ്ത് തെറിച്ച് ഇപ്പുറത്തൊരു പാറക്കല്ലോ അല്ലെങ്കിൽ ഇവിടെ ഒരു തടി കിടക്കുകയാണ്. ഇതിപ്പോ ഒരു തടിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇതിപ്പോ എന്താണ്? ഇലയാണ് ഇത്. ഓക്കെ, ഇത് ഇലയാണ്. ഇതിപ്പോ തടിയാണ്. ഇപ്പൊ 2-3 തടിയൊക്കെ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടി എന്ത് ചെയ്യുന്നു? ഈ ഇതിൽ ചെന്ന് ഇടിച്ച് തെറിച്ച് ഈ തടിയിൽ ചെന്നിട്ട് ഇടിക്കുകയാണ്. കയ്യോ കാലോ ഇടിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? കൈയും കാലോ ഒടിയുന്നു എന്ന് വയ്ക്കാം. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ഒരു ബിൽഡിംഗിൽ തീ പിടിക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ അവിടെ ഒരാൾ ചെന്ന് കയറിയിട്ട് ആ ഒരു വ്യക്തിയെ എടുത്ത് കുട്ടിയെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? താഴെ 4 പേര് നെറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അങ്ങ് എറിയാണ്. അവിടെ ചെന്ന് ഇടിച്ചിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു? തെറിച്ച് അപ്പുറത്തുള്ള ഒരു തടി കഷ്ണത്തിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മൾ കൂട്ടിയിട്ടിട്ടുള്ള കുറച്ച് തടി കഷ്ണത്തിലേക്ക് ആ കുട്ടി നിന്ന് വീഴുകയാണ്. അപ്പൊ കുട്ടിയുടെ കയ്യും കാലും എന്ത് ചെയ്യാണ്? ഒടിയാണെന്ന് വെച്ചോളൂ. പക്ഷെ ആ ഒരു തീപിടുത്തം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രസ്തുത വ്യക്തി ചെയ്യുന്ന കാര്യം കുറ്റകൃത്യം അല്ലേ? വെറുതെ എടുത്ത് കുട്ടിയെ താഴേക്ക് എറിയുകയാണെങ്കിൽ അത് കുറ്റകൃത്യമാണ്. പക്ഷേ ഇവിടെ എന്താണ് ഇയാൾ ചെയ്യുന്നത്? ഈ കുട്ടിക്ക് നമുക്കറിയാം 12 വയസ്സിന് താഴെയുള്ള കൊച്ചുകുട്ടിയാണ്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? മീശ താടിയൊന്നും ഇല്ലല്ലോ, കൊച്ചുകുട്ടിയാണ്. അപ്പോ ഈ കുട്ടിക്ക് ധാരണാശേഷിയില്ല, അപക്വമായ ധാരണാശേഷിയാണ്. കുട്ടിക്ക് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കുട്ടിയുടെ സമ്മതമില്ലാതെ അയാൾക്ക് ആ കുട്ടിയെ എടുത്ത് ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് എറിയേണ്ടി വന്നത്. എന്തിനാണ് എറിയുന്നത്? കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പക കാരണമല്ല, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ അവിടെ സമ്മതമില്ലാതെ, ആ പ്രസ്തുത വ്യക്തിയുടെ സമ്മതമില്ലാതെ നമ്മളൊരു ഒരു കൃത്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാണ്? ആ വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി ആ വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രസ്തുത വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട്, കുട്ടിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട്, കുട്ടിയുടെ സമ്മതമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൃത്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതാ കുട്ടിക്ക്, അതാ വ്യക്തിക്ക് ദോഷമായി ബാധിച്ചാൽ അത് കുറ്റകരമാകുമോ? നമ്മൾക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ അവിടെയും എന്താണ്? നിരപരാധി ആണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾ പറഞ്ഞത് ഓക്കെ അല്ലേ? സംഭവം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിന്റെ തിയറി പോർഷനിലേക്ക് പോവാം. എന്താണ് ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനകത്ത് പറയുന്ന മറ്റൊന്നുമല്ല. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. ഒരു വ്യക്തിയുടെ ഗുണത്തിനായിട്ട്, നമ്മൾ അതിന് ആ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ ആ കുട്ടിയുടെ ഗുണത്തിനായിട്ട് കുട്ടിയുടെ സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു കൃത്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൃത്യം എന്ത് ചെയ്യുന്നു? ആ കുട്ടിക്ക് ഹാനികരമാകണം എന്നുള്ള ഉദ്ദേശം ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന നന്മ അല്ലെങ്കിൽ നമ്മൾ ഈ നന്മവരം കാണിക്കുന്നത് പ്രവർത്തി കാരണം പ്രസ്തുത വ്യക്തിക്ക് ഹാനികരമായി എന്ത് സംഭവിച്ചാലും അത് കുറ്റകരമായി കണക്കാക്കത്തില്ല. മനസ്സിലായല്ലോ? അവിടെ ആ വീടിന് തീ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വീടിന് തീ പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കുറ്റകരമായി മാറാത്തത്. അല്ല, ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ എടുത്ത് വീട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞാൽ അതെന്താണ്? കുറ്റകരം ആണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. തീ പിടിച്ച് കത്തുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു കുട്ടിയെ രക്ഷിക്കുന്നതിനായിട്ട് രക്ഷകർത്താവിന്റെ സമ്മതമില്ലാതെ ആളുകൾ എന്ത് ചെയ്യുന്നു? നിവർത്തി പിടിച്ച ഒരു കമ്പിളിയിലേക്കോ ഒരു നെറ്റിലേക്കോ കുട്ടിയെ ഇടുകയും പ്രസ്തുത പ്രവൃത്തി മൂലം കുട്ടിക്ക് സംഭവിക്കുന്ന യാതൊന്നും കുറ്റകരമായി കണക്കാക്കാനായി കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് എന്ത്? ഈ പറയുന്ന സെക്ഷൻ 30 എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ആകെ പഠിച്ചത് 5 സെക്ഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു? 22 അല്ലെങ്കിൽ ചിത്തഭ്രമം, ഭ്രാന്ത്, ഇൻസാനിറ്റി. നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താണ്? 23. 23-നകത്ത് എന്താണ് പറഞ്ഞത്? ഒരാളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ലഹരി പിടിപ്പിക്കപ്പെടുന്ന എന്താണ്? അത് കാരണം അയാളുടെ നിർണയശക്തി നഷ്ടപ്പെടുകയും അത് തന്മൂലം അയാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമായി കണക്കാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 23. അതിനുശേഷം നമ്മൾ പറഞ്ഞ ഏത് സെക്ഷനാണ്? 26. അവിടെ പറഞ്ഞു എന്താണ്? മരണം സംഭവിപ്പിക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനിയായി സംഭവിച്ചാലും എന്തല്ല? കുറ്റകരമല്ല. 26 കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്? 27 നമ്മൾ എന്താണ് പറഞ്ഞത്? മറ്റൊരു സാധാരണ വ്യക്തി, ഇതില് കുട്ടി അല്ലെങ്കിൽ ധാരണാശേഷി ഇല്ലാത്ത കുട്ടി അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി അവരുടെ ഗുണത്തിനായിട്ട് അവരുടെ ഗാർഡിയന്റെ പാരന്റിന്റെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന യാതൊന്നും
അല്ലെങ്കിൽ അത് കുറ്റകരമായി അല്ലെങ്കിൽ അത് ഹാനിയായി സംഭവിച്ചാലും അത് കുറ്റകരമായി കണക്കാക്കാനായി കഴിയത്തില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് 27 പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 30 എന്താണ് പറഞ്ഞത്? ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഓർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഗുണത്തിനായിട്ട് സമ്മതം കൂടാതെ വിശ്വാസപൂർവ്വം ഉത്തമ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം കുറ്റകരമായി മാറിയാൽ, അത് ഒരു ഹാനിയായി സംഭവിച്ചാൽ അതെന്തായി കണക്കാക്കാൻ കഴിയത്തില്ല? കുറ്റകരമായി കണക്കാക്കാൻ കഴിയില്ല. അതാണ് സെക്ഷൻ 30. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും മതി, ഇന്ന് ഇത്രയും മതി. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലിയർ ആയി പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ CPO WCPO ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. 100% 150% ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് ആ ഭാഗത്ത് നിന്ന്. കാരണം നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും സ്പെഷ്യൽ ടോപ്പിക് ബാച്ചുകളും ഇന്ന് നിലയിൽ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അതൊരു 4-5 വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എക്സാംസ് ഉൾപ്പെടെ കഴിഞ്ഞ ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട്. ചോദ്യ പേപ്പർ ചോർച്ചയൊന്നുമല്ല, അതെന്താണ്? നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ തീർച്ചയായും എന്തായാലും നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.